الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളുടെ വിശ്വാസങ്ങളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അല്ലാഹുവിന് തൃപ്തികരമായ ജീവിതം നയിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖുകൾക്ക് വേണ്ടിയാണ് ആ സ്വർഗം പണികഴിപ്പിക്കപ്പെട്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചതുപോലെ ആ തഖ്വയുള്ളവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിലെ ചില സ്ഥലങ്ങൾക്ക് ചില സ്ഥലങ്ങളെക്കാൾ ചില പ്രത്യേകതകൾ അള്ളാഹു പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ട്. ചില സമയത്തിന് ചില പ്രത്യേകതയുണ്ട് മറ്റ് ചില സമയങ്ങളെക്കാൾ. ചില മാസങ്ങൾ നമ്മൾ കഴിഞ്ഞ ഏതാനും മുമ്പ് ഖുതുബയിലൂടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ദുൽഹിജ്ജ മാസം, ദുൽഖഅദ മാസം, മുഹറം
എന്നൊക്കെ പറയുന്ന പവിത്രമായ മാസങ്ങൾ, അതൊക്കെ ഏറെ പ്രാധാന്യമുള്ള മാസങ്ങളാണ്. ലോകത്തുള്ള പള്ളികൾ, എല്ലാ പള്ളികളും അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷേ ചില പള്ളികൾ, 3 പള്ളികൾ, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറം, 3 പള്ളികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എടുത്തു പഠിപ്പിച്ചു തന്നു. അത് 3 എണ്ണത്തിന് ചില പ്രത്യേകതയുണ്ട്. ചില മനുഷ്യന്മാർക്ക് പ്രത്യേകതയുണ്ട്, പ്രവാചകന്മാർ പ്രത്യേകതയുള്ളവരാണ്. പ്രവാചകന്മാരിൽപ്പെട്ട ഉലുൽ അസ്മുകൾ, അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾക്ക്, ചില കാര്യങ്ങളെക്കാൾ, അത് വസ്തുക്കളാവട്ടെ, മനുഷ്യരാവട്ടെ, മലക്കുകളാവട്ടെ, സ്ഥലങ്ങളാവട്ടെ, അതിലൊക്കെ ചില പ്രത്യേകതകൾ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും അതിനെ പ്രത്യേകതയോടുകൂടെ തന്നെ സമീപിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹു പഠിപ്പിക്കുന്നത് അത് മിൻ തഖ്വൽ ഖുലൂബ്, അത് മുത്തഖുകളുടെ സ്വഭാവമാണ് എന്നാണ്. തഖ്വയുള്ളവർക്കാണ് അതെങ്ങനെ ബഹുമാനിക്കാൻ, അള്ളാഹ് ആദരിച്ചവയെ ആദരിക്കാൻ, അള്ളാഹ് ബഹുമാനിച്ചവയെ ബഹുമാനിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അത് നമുക്കും സാധിക്കണം. ഇതേ രൂപത്തിൽ നമുക്ക് ആഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. ഈ 7 ദിവസങ്ങളിൽ ഒരു ദിവസം പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന യൗമുൽ ജുമുഅ. ഈ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയും നമുക്ക് അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാഹുവും പ്രവാചകനും ഈ ദിവസത്തിന് കൊടുത്ത മാഹാത്മ്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. വ്യാഴാഴ്ചയിൽ നിന്നും ശനിയാഴ്ചയിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം, അന്ന് ഉച്ചാകുമ്പോൾ കുളിച്ച് പള്ളിയിലേക്ക് വരണം എന്നതല്ലാതെ മറ്റെന്തെങ്കിലും പ്രാധാന്യം നമുക്ക് ഈ ഒരു ദിവസത്തിന് നാം നൽകാറുണ്ടോ, പരിഗണന നൽകാറുണ്ടോ, ഇത് പരിശോധിക്കണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തഖ്വയുടെ ഭാഗമാണ് വെള്ളിയാഴ്ചയെ ആദരിക്കുക എന്നുള്ളത്, വെള്ളിയാഴ്ചയെ പരിഗണിക്കുക എന്നുള്ളത്. അള്ളാഹുവും പ്രവാചകനും മഹാത്മ്യത്തോടെ, പ്രാധാന്യത്തോടെ, ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മോട് പഠിപ്പിച്ചവയെ അതേ രൂപത്തിൽ സമീപിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ സയ്യിദാണ്, നേതാവാണ് എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ, അഥവാ ഏത് ദിവസങ്ങൾ എടുത്താലും അതിലേറ്റവും ഖൈറായ യൗം, ഖൈറായ ദിവസം അത് യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫീഹി ഉദ്ഖിലൽ ജന്ന, വെള്ളിയാഴ്ച തന്നെയാണ് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതും. വഫീഹി ഉഖ്രിജ മിൻഹാ, വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. വലാ തഖൂമു സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നതും വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞത്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നമുക്കോ, നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു ഖൈറ് ഈ വെള്ളിയാഴ്ചക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ഈ ഖൈർ നമ്മൾ ഇതിന് നൽകുന്നുണ്ടോ എന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മറ്റു പല സമുദായങ്ങൾക്കും നൽകാത്ത പല അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞത് കാണാം, അദല്ലല്ലാഹു അനിൽ ജുംഅത്തി മൻ കാന ഖബ്ലനാ, നമ്മുടെ മുൻഗാമികൾക്കൊന്നും അള്ളാഹു ഇത് നൽകിയിട്ടില്ല. ഈ യൗമുൽ ജുമുഅ, ഈ വെള്ളിയാഴ്ച ദിവസം നൽകിയിട്ടില്ല. അവരൊക്കെ ഇതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. ഫകാന ലിൽ യഹൂദി യൗമുസ് സബ്ത്, ജൂതന്മാർ, യഹൂദികൾ, അവർക്കുള്ള ദിവസം ഏതാണ്? അവർ പരിശുദ്ധമായി ഇബാദത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം ഏതാ? അത് യൗമുസ് സബ്ത്, അവർക്ക് ശനിയാഴ്ച ദിവസമാണ്. എന്നാൽ വകാന ലിൻ നസ്വാറ യൗമുൽ അഹദ്, നസ്വാറാക്കൾക്ക്, ക്രൈസ്തവർക്ക് അവർ പ്രാധാന്യം നൽകി അവർ തെരഞ്ഞെടുത്ത ദിവസം അത് ഞായറാഴ്ച ദിവസമാണ്. എന്നാൽ നമുക്കോ ഫജഅലൽ ജുമുഅത വസ്സബ്ത് വൽ അഹദ് വകദാലിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമുൽ അഹദ് ഫജാ അല്ലാഹു ബിനാ ഫഹദാന അല്ലാഹു ലിയൗമിൽ ജുമുഅ. നമ്മൾ ഈ മുഹമ്മദി ഉമ്മത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് അല്ലാഹു നൽകിയത് ഈ വെള്ളിയാഴ്ച ദിവസമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫജഅലൽ ജുമുഅത വസ്സബ്ത വൽ അഹദ് വകദാലിക ഹും തബഉൻ ലനാ. ഇത് ഓരോന്നും വെള്ളി, ശനി, ഞായർ, ഇങ്ങനെയാണ് ഇത് തുടർന്നു വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, നഹ്നുൽ ആഖിറൂൻ മിൻ അഹ്ലി ദുനിയ വൽ അവ്വലൂന യൗമൽ ഖിയാമ. നമ്മളാണ് അവസാനത്തെ സമുദായം ദുനിയാവിൽ, നമ്മളാണ് അവസാനത്തത്. നഹ്നുൽ ആഖിറൂന ഫിദ് ദുനിയ, എന്നാൽ വൽ അവ്വലൂന യൗമൽ ഖിയാമ, പരലോകത്ത് നമ്മൾ ഒന്നാമത്തെ ആളുകളാണ്. ഈ രൂപത്തിലാണ് പരലോകത്ത് വിളിക്കപ്പെടുക. ആദ്യത്തത് വെള്ളിയാഴ്ചയാ, പിന്നെയാണ് ശനിയാഴ്ച, പിന്നെയാണ് ഞായറാഴ്ച എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് ആദരിച്ചവയെ ആദരിക്കണമെന്ന് മനസ്സിലാക്കുന്ന തഖ്വ ഹൃദയത്തിലുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളും പോലെയും വെള്ളിയാഴ്ചയെ സമീപിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് ചില കാര്യങ്ങൾ, ചില കർമ്മങ്ങൾ, ചില പ്രവർത്തനങ്ങൾ നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. അതൊരു പക്ഷേ മറ്റു ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതുമാവാം. പക്ഷേ അത് വെള്ളിയാഴ്ച പ്രവർത്തിക്കുമ്പോൾ, അതേ നീയത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മൾ കുളിക്കാറുണ്ട്. നമ്മൾ എങ്ങനെയാണ് കുളിക്കുക? നമ്മളൊരു തിരക്കിൽ വന്നിട്ട് ഒരു കുളിയാണ്. ആ കുളിയല്ല, അങ്ങനെ കുളിച്ച് നമ്മൾ ഓടി പള്ളിയിലേക്ക് വരുന്ന അതിനെക്കുറിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നോക്കും. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞത് കാണാം, ഓസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം. എല്ലാവർക്കും വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് വാജിബ്, നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. മറ്റു പല ഹദീസുകളും കുളിക്കുന്നതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് വാജിബുൻ, നിർബന്ധമാണ് എന്നാണ്. ഈ ഹദീസ് വെച്ച് ഇതുപോലെയുള്ള മറ്റ് ഹദീസുകളെല്ലാം വെച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് ഉപേക്ഷിച്ചാൽ കുറ്റം ലഭിക്കുമെന്നുള്ള അർത്ഥത്തിലുള്ള നിർബന്ധമല്ല, മറിച്ച് അത്രയും പ്രാധാന്യമുണ്ട്, അത്രയും ഗൗരവമുണ്ട്, അത്രയും പ്രതിഫലാർഹമാണ് ആ വെള്ളിയാഴ്ചത്തെ കുളി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅ, ഒരാൾ വെള്ളിയാഴ്ച കുളിക്കുന്നു, വയതതഹറു മസ്തതാഅ മിൻ തുഹ്രിൻ, കഴിവിന്റെ പരമാവധി അയാൾ നഖം മുറിക്കുന്നുണ്ട്, അയാൾ തന്റെ മീശ വെട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ വൃത്തിയാക്കാൻ കഴിയുന്നുണ്ട് ആ രൂപത്തിലൊക്കെ കുളിച്ച് ശുദ്ധിയായി വൃത്തിയാക്കുന്നുണ്ട്. വയദ്ദഹിനു മിൻ ദുഹ്നിഹി, അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കുന്ന ആളുകൾ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഔ യമസ്സു മിൻ തീബിൻ മിൻ ബൈതിഹി സുമ്മ യഖ്റുജു, അങ്ങനെ തന്റെ വസ്ത്രത്തിൽ സുഗന്ധമൊക്കെ പൂശി അങ്ങനെ ഏറ്റവും നല്ല വൃത്തിയോടുകൂടെ അയാൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. എന്നിട്ടോ ഫലാ യുഫരിഖു ബൈനൽ ഇസ്നൈൻ, രണ്ടാളുകൾക്കിടയിൽ അയാൾ പ്രയാസപ്പെടുത്തുന്നില്ല. ചില ആളുകളുണ്ട് പള്ളിയിൽ അവസാനം വരും, എന്നിട്ട് ആളുകളുടെ ചുമലുകളൊക്കെ ഇങ്ങനെ നീക്കി കാലെടുത്ത് വെച്ച് കവച്ച് വെച്ച് അയാൾക്ക് മുന്നിലെ സഫിലെത്തണം. പക്ഷെ മുന്നിലെ സഫിലെത്താനോ അയാൾ നേരത്തെ വരൂല,
ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാധാന്യത്തോടുകൂടെ ഗൗരവത്തോടുകൂടെ എടുത്തു പറയുന്നു, ഫലാ യുഫരിഖു ബൈന ഇത്നൈൻ, അങ്ങനെ രണ്ടാളെ പ്രയാസപ്പെടുത്താതെ അയാൾ വന്നു. സുമ്മ യുസല്ലി മാ കുതിബ ലഹു സുമ്മ യുൻസിതു ഇദാ തകല്ലമ അൽ ഇമാം, അങ്ങനെ അയാൾക്കുള്ള നമസ്കാരമൊക്കെ നിർവഹിച്ചു. ഇമാം ഖുത്ബ പറയുന്ന സമയത്ത് അയാൾ വളരെ ശ്രദ്ധയോടുകൂടെ അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടു. ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅത്തിൽ ഉഖ്റ, എങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഇതേ രൂപത്തിൽ അയാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ, ഈ 2 വെള്ളിയാഴ്ചക്കിടയിൽ അയാളിൽ നിന്ന് വന്നു പോകുന്ന അബദ്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന, അയാളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചെറുപാപങ്ങൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് നമ്മൾ ഇതിനേക്കാൾ എല്ലാ ദിവസം പോലെയും അല്ല നമ്മൾ വെള്ളിയാഴ്ച കാണേണ്ടത്. ആ കുളി നമ്മൾ എങ്ങനെങ്കിലും കുളിക്കുന്നതല്ല, മറിച്ച് ഇന്ന് വെള്ളിയാഴ്ച ആണെന്നുള്ള ബോധമൊക്കെ ഉണ്ടാവണം. ഇത് വെള്ളിയാഴ്ചത്തേക്കുള്ള കുളിയാണെന്നുള്ളൊരു ചിന്ത, ഒരു ഉദ്ദേശം, അതാണല്ലോ നിയ്യത്ത്. ആ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതോടുകൂടെ ഇത്തരം കർമ്മങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മേലിൽ, അവിടുത്തെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കും. ഏത് ദിവസവും സ്വലാത്ത് ചെല്ലാം, ഏത് സമയത്തും സ്വലാത്തുകൾ ചെല്ലാം. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. സാധാരണഗതിയിൽ തന്നെ ഒരു സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് 10 അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാ. എന്നാൽ അത് വെള്ളിയാഴ്ചയാകുമ്പോഴോ വലിയ പ്രതിഫലമുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ഈ വെള്ളിയാഴ്ചയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം. അന്നാണ് ആദം നബി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ അന്നാണ് ഖിയാമത്ത് നാളുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു, ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീ, അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നമ്മൾ നടക്കുമ്പോ, നമ്മൾ ഇരിക്കുമ്പോ, നമ്മൾ അതുപോലെ തന്നെ വാഹനത്തിൽ വരുമ്പോ, നമ്മൾ പോകുമ്പോ, മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോ, ആ സമയത്തൊക്കെ വെള്ളിയാഴ്ചയാണ് എന്ന ഉദ്ദേശത്തോടുകൂടെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, എൻ്റെ മേൽ എനിക്ക് കാണിക്കപ്പെടും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ തുഅറദു സ്വലാത്തുനാ അലൈഹി വഖദ് അറംത്, നബിയെ അങ്ങ് മരണപ്പെട്ട് അങ്ങ് മണ്ണിൽ ദ്രവിച്ചു തീർന്നതിന് ശേഷം ഞങ്ങളെ സ്വലാത്ത് അങ്ങേക്ക് എങ്ങനെയാ എത്തുക, എങ്ങനെയാ അങ്ങക്ക് അത് കാണാൻ കഴിയുക നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഇന്നല്ലാഹ ഖദ ഹറമ അലൽ അർദി അൻ തകുല അജ്സാദൽ അംബിയാ, തീർച്ചയായും ഈ ഭൂമിക്ക് നിഷിദ്ധമാണ്, ഹറാമാണ് അംബിയാക്കളുടെ ശരീരങ്ങൾ, അംബിയാക്കളുടെ മൃതശരീരങ്ങൾ ഭക്ഷിക്കുക, അഥവാ മണ്ണിൽ അഥവാ ദ്രവിച്ചു പോകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എത്തിക്കപ്പെടുന്നുണ്ട്. അതിന് ചില മലക്കുകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ മറ്റേ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന്, പ്രത്യേകിച്ചും അത് വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ അദാഅ ലഹു മിനൻ നൂർ മാ ബൈനൽ ജുമുഅത്തൈൻ, 2 ജുമുഅകൾക്കിടയിലുള്ള പ്രകാശമാണ് സൂറത്തുൽ കഹ്ഫ്. അത് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വെള്ളിയാഴ്ചയിലെ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ പ്രധാനപ്പെട്ട കർമ്മമേതാ? അത് ഈ ജുമുഅ നമസ്കാരം തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅയിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്,
ദിക്ർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയത് കാണാം, അത് ഖുതുബയാണ്. ഖുതുബ കേൾക്കാൻ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ഫസ്ഔ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നടത്തത്തിനല്ല, പെട്ടെന്ന് പോകണം എന്നുള്ളതാ, വേഗത്തിൽ പോകണം എന്നുള്ള, നേരത്തെ പോകണം എന്നുള്ളതാ. നമ്മുടെ അവസ്ഥ എന്താ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അന്നേരം പല ബിസിനസ് ഉണ്ടാകും, പല കച്ചവടങ്ങളും ഉണ്ടാകും, പല ഇടപാടുകളും ഉണ്ടാകും, പല തിരക്കുകളും ഉണ്ടാകും. എന്നാൽ കച്ചവടമൊക്കെ നിർത്തണം, ഷട്ടർ താത്തണം, നേരത്തെ അടയ്ക്കണം. ഇന്ന് വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധം അത് ഏത് ജോലി ചെയ്യുന്ന ആളുകൾക്കും, ഏത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും, ഏത് രൂപത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴും ബോധം ഉണ്ടാവണം. വെള്ളിയാഴ്ചയാണെന്നുള്ളത്, പള്ളിയിൽ നേരത്തെ എത്തണം എന്നുള്ളത്, ഇതിനെ ആദരിക്കുന്നത് എൻ്റെ ഈമാനിന്റെ ഭാഗമാണ്, ഇതെന്റെ തഖ്വയുടെ ഭാഗമാണ്. ഇതിനെ അവഗണിക്കുകയാണെങ്കിൽ, ഇതിന് അകാരണമായി ഇതിന് വൈമനസ്യം കാണിക്കുകയാണെങ്കിൽ എൻ്റെ തഖ്വയുടെ കുറവാണ്, എൻ്റെ ഈമാനിന്റെ കുറവാണ്. അതുകൊണ്ട് ഞാനതിനെ പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം നേരത്തെ ജുമുഅത്തെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വിവരണ്ട് എങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഖൈർ എന്ന് അല്ലാഹു പറയാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കലാണ് മുഅ്മിനുകളാണെങ്കിൽ, വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അഭികാമ്യമെന്ന് സൂറത്തുൽ ജുമുഅയിലെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ല ജനാബ ثم راح فكأنما قرب ബദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ജനാബത്ത് കുളിക്കുന്നത് പോലെ, കേവലം ഒരു കുളിയല്ല, ഒന്ന് മുക്കിപ്പാർന്ന് പോരുന്ന ആ കുളിയല്ല, ഒന്ന് ശവറിന്റെ ചോട്ടിലിരുന്നിട്ട് അക്കുളിയല്ല, നന്നായിട്ട് ശുദ്ധിയായി വൃത്തിയായി വെള്ളിയാഴ്ചക്ക് വേണ്ടി ആ രൂപത്തിലുള്ള ജനാബത്ത് കുളിക്കുന്നത് പോലെ കുളിച്ച് അയാള് നേരത്തെ പറഞ്ഞതുപോലെ സുഗന്ധമൊക്കെ പൂശി ആ ബോധപൂർവം പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നേരത്തെ വന്നാൽ അയാൾ ആദ്യത്തെ സമയത്ത് പള്ളിയിലെത്തുകയാണെങ്കിൽ ഒരു ഒട്ടകത്തെ ബലി നൽകിയ, ഒരൊട്ടകത്തെ ദാനം ചെയ്ത പ്രതിഫലം അയാൾക്കുണ്ട് എന്ന്. ഒരൊട്ടകത്തിന് നമുക്കറിയാതെ പൊതുഹിയത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു പോത്തിനറക്കണമെങ്കിൽ, ഒരു കുട്ടനറക്കണമെങ്കിൽ എത്ര പൈസ ആകുന്നുള്ളതിനെ നമുക്കറിയാം. അയാൾ ഒരൊട്ടകത്തെ അറുത്ത പ്രതിഫലമുണ്ട് എന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശോധിക്കണം. വമൻ റാഹ ഫിസ്സാഅത്തി الثانിയ, അടുത്ത സമയത്താണ് ഒരാൾ വരുന്നതെങ്കിൽ ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം അയാൾക്കുണ്ട്. പിന്നീട് വരുന്ന ആളുകൾക്ക് ആടിനെ അറുത്ത പ്രതിഫലമാണ്. പിന്നെ വരുന്ന ആള് ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം. പിന്നെ വരുന്ന ആൾക്ക് ഒരു മുട്ട ദാനം ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇദാ ഖറജൽ ഇമാമു ഹദറത്തിൽ മലായിക യസ്തമിഉന ദിക്ർ, ഇമാം ഖുത്ബ പറയാൻ മിമ്പറിലേക്ക് പ്രവേശിച്ചാൽ മലക്കുകൾ അവരും ഖുത്ബ കേൾക്കാൻ വേണ്ടി ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാ പള്ളിയിലേക്ക് വരുന്നത്? നമുക്ക് ഈ പ്രതിഫലമൊക്കെ പ്രതീക്ഷിക്കാറുണ്ടോ? ഈ വെള്ളിയാഴ്ചയുടെ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒട്ടകത്തിന് നമുക്ക് കിട്ടണോ? ഇനി അതില്ലെങ്കിൽ, അത് നഷ്ടപ്പെട്ടു പോയാൽ പശുവിനർത്ഥ പ്രതിഫലം, അതില്ലെങ്കിൽ ഒരു ആടിനർത്ഥ പ്രതിഫലം, ഇത് തന്നെങ്കിലും വേണമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വെള്ളിയാഴ്ചയെ ഇങ്ങനെ ബോധപൂർവം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഈ ഒരു ബോധത്തോടുകൂടെ നമ്മൾ പള്ളിയിലേക്ക് വരുന്നുണ്ടോ? ഈ വെള്ളിയാഴ്ച ഇങ്ങനെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അതിനാണ് ഈ ഹദീഫൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഇനി പള്ളിയിലേക്ക് നേരത്തെ എത്താൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകും. നേരത്തെ ഈ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രയാസങ്ങൾ അകപ്പെടുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകളിലൊക്കെ പെട്ടുപോകുന്ന മനുഷ്യന്മാരുണ്ടാകും. സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. എന്നാലും ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് എത്തണം. ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇദാ കാന യൗമുൽ ജുമുഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ. ഈ പള്ളിയിലെ ഫ്രണ്ടിലെ ഡോർ,
അതുപോലെ തന്നെ ആ സൈഡിലുള്ള ഡോറിൽ അവിടെയൊക്കെ മലക്കുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എപ്പോഴാ? വെള്ളിയാഴ്ചയായാൽ പള്ളിയുടെ എല്ലാ ഡോറിലും മലായിക്കത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനാണ് അവർ നിൽക്കുന്നത്? യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, വരുന്ന ഓരോരുത്തരെയും അവരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ പേരുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഫഇദാ ജലസൽ ഇമാം വന്ന് അദ്ദേഹം അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ, ഖുത്ബയ്ക്ക് വേണ്ടി ഖുത്ബ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ഇരുന്നാൽ അവരുടെ റെക്കോർഡുകൾ, രജിസ്റ്ററുകൾ അവർ അടച്ചു വെക്കുകയാണ്, അത് ക്ലോസ് ചെയ്യും. പിന്നെ അവര് ഖുത്ബ കേൾക്കാൻ വേണ്ടിയിരിക്കും. പിന്നെ അവർ ഖുത്ബ കേൾക്കാൻ വേണ്ടി വരും. ആ രജിസ്റ്റർ ക്ലോസിലാണ്. പിന്നെ വരുന്നവരെ അതിനകത്ത് രേഖപ്പെടുത്തൂല, ആ റെക്കോർഡിൽ അവരുടെ പേരുകൾ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. പരിശോധിക്കണം ആ റെക്കോർഡുകളിൽ. നമ്മൾ എത്ര റെക്കോർഡുകളിൽ ഉണ്ടാകും? ഏത് രൂപത്തിലാണ് പള്ളിയിലേക്ക് നമ്മൾ വരുന്നത്? എത്ര ഉത്സാഹത്തോടെയാണ് വെള്ളിയാഴ്ചയെ നമ്മൾ സമീപിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ചില തിരക്ക്, മനുഷ്യരാണ് നമ്മളൊക്കെ, ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ പിന്തിപ്പോകും, ശരിയാണ്. പക്ഷേ ഇതിനെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഫോൺ വിളിച്ച് അതല്ലെങ്കിൽ മറ്റാരോടെങ്കിലും സംസാരിച്ച് അകാരണമായി നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ ദൗർഭാഗ്യവാന്മാരല്ലേ? സ്വന്തത്തോട് നമ്മൾ ചോദിക്കാം. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നത് എങ്കിൽ നമ്മൾ വലിയ നഷ്ടം തന്നെയല്ലേ വരുത്തുന്നത് എന്ന് സ്വന്തത്തോട് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. ഇനി പള്ളിയിലേക്ക് വന്നാലോ? പള്ളിയിലേക്ക് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, തഹിയ്യത്ത് നമസ്കരിക്കണം. ഇമാം ഖുത്ബ പറയുന്നതായാലും പെട്ടെന്ന് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് അവിടെ ഇരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അസ്വല്ലൈത യാ ഫുലാൻ, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ലാ ഖും ഫസല്ലി ഫറക്ക. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഫസല്ലി റക്അതൈൻ, നിങ്ങൾ എന്ത് ചെയ്യുക? എഴുന്നേറ്റിട്ട് പെട്ടെന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചില ആളുകൾ ഖുത്ബയുടെ ജുമുഅയുടെ പ്രതിഫലം പോലും നഷ്ടപ്പെടുത്തി കളയും. മൻ തവദ്ദഅ ഫഅഹ്സനൽ വുദൂഅ തുമ്മ അതൽ ജുമുഅ ഫസ്തമഅ വഅൻസത ഗുഫിറ ലഹു മാ ബൈനൽ ജുമുഅതി ഇലൽ ജുമുഅ. ഈ പാപങ്ങൾ പുറത്തു ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. ആർക്ക്? നന്നായി വുദൂ എടുത്ത് കുളിച്ച് ശുദ്ധിയായി പള്ളിയിലേക്ക് വന്ന് ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശബ്ദമില്ലാതെ ശ്രദ്ധിച്ച് സംസാരിക്കാതെ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗ. ചില ആളുകൾ, റസൂലുള്ളാഹിന്റെ പള്ളി മണലാണ്, അവിടുന്ന് ചരലോട് കളിക്കും, മണൽത്തരി കൊണ്ട് കളിക്കും. നമ്മളെ പള്ളിയിൽ കാർപ്പറ്റാണ്, ആ കാർപ്പറ്റിന്റെ നൂല് കൊണ്ടോ അതല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടോ നമ്മൾ കളിക്കും. ഏതായാലും ഖുത്ബയിൽ നിന്ന് അശ്രദ്ധമായിക്കൊണ്ട് മറ്റൊരു പണിയിലേക്കാണ് നാം പോകുന്നതെങ്കിൽ ഫഖദ് ലഗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് ഖുത്ബ നഷ്ടപ്പെട്ടതാണ്, ആ പ്രതിഫലം നഷ്ടപ്പെട്ടതാണ്, അയാൾ നഷ്ടപ്പെടുത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രത്തോളം എന്നറിയുമോ? ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമുഅ അൻസിത്. നമ്മളെ തൊട്ടടുത്ത് നിന്നിട്ട് 2 ആൾ സംസാരിക്കണം, അയാളോട് നീ സംസാരിക്കല്ലേ എന്ന് പോലും പറയാൻ പാടില്ല. 2 ആൾ സംസാരിക്കുമ്പോൾ അയാളോട് നീ സംസാരിക്കരുത് എന്നുപോലും പറയരുത്. ഇമാം ഖുത്ബ പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഫഖദ് ലഗൗത്, അയാൾ അനാവശ്യമാണ് പ്രവർത്തിച്ചത്, ഈ പ്രതിഫലം അയാൾക്ക് നഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ അല്ലാഹുവും പ്രവാചകനും എത്രത്തോളം ശ്രദ്ധയോടെ, എത്രത്തോളം ഗൗരവത്തോടെയാണ് ഇതിന്റെ ശ്രേഷ്ഠതകളും പ്രാധാന്യവും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ നാം അതൊക്കെ എത്ര ലാഘവത്തോടെയാണ് തള്ളിക്കളയുന്നത്. ഏത് രൂപത്തിലാണ് നമ്മൾ ഇതിനെ പരിഗണിക്കുന്നത്? ഈ മഹത്വവും ഈ ശ്രേഷ്ഠതയും ഒക്കെ വെള്ളിയാഴ്ചക്കുണ്ട് എന്നും ഈ ശ്രേഷ്ഠതയും മഹാത്മ്യവും ഒക്കെ നേടിയെടുക്കണം, ഈ പ്രതിഫലമൊക്കെ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടെ നമ്മളിൽ എത്ര പേരാ നേരത്തെ പള്ളിയിൽ വരുന്നവർ? ഇനി നേരത്തെ നമുക്കങ്ങനെ എത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും അകാരണമായിട്ട് സ്വന്തത്തോട് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഞാൻ എങ്ങനെയാ
ഇന്ന് പള്ളിയിലേക്ക് വരാൻ വൈകുന്നത്? എന്തുകൊണ്ടാ എനിക്ക് ജുമുഅയുടെ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് എത്താൻ സാധിക്കാത്തത്? ഞാൻ എന്തുകൊണ്ടാ മലക്കുകളുടെ റെക്കോർഡിൽ രേഖപ്പെടുത്താൻ എൻ്റെ പേര് രജിസ്റ്റർ ആവാതിരിക്കാൻ കാരണം? അനാവശ്യമായ കാരണങ്ങളാണോ? നിസ്സാരമായ ചില കാരണങ്ങളാണോ? ഇത് ഗൗരവത്തോടുകൂടെ നമ്മൾ പരിശോധിക്കുക. ആ പരിശോധന നമുക്ക് നന്നാവാനും നമുക്ക് മാറ്റം വരുത്താനും ഈ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും ഇടയാവണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ഈമാനിന്റെ അടയാളമാണ്, നമ്മുടെ ഹൃദയത്തിലുള്ള തഖ്വയുടെ അടയാളമാണ്, ഒരു മുത്തഖിയുടെ സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കി ഈ രൂപത്തിലുള്ള പരിവർത്തനങ്ങളൊക്കെ ആവശ്യമാകുന്ന രൂപത്തിൽ വരുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഹബ്വ യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബ. ഇമാമ് ഖുതുബ പറയുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം ചില ആളുകൾ ഇരിക്കുന്നൊരിരുത്തുണ്ട്. നമ്മൾ ഇരുന്ന് കാൽമുട്ടുകൾ നാട്ടിവെച്ച് കൈകൾ കൊണ്ട് കാൽമുട്ടുകൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നൊരിരുത്തുണ്ട്. ആ ഇരുത്തം പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ടെന്നാണ്. നമ്മളാരും അത് അറിഞ്ഞുകൊണ്ട് നമ്മളാരും ചെയ്യൂല, പക്ഷേ അറിവില്ലാതെ നമ്മളത് പ്രവർത്തിച്ചു പോകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അശ്രദ്ധ ഉണ്ടാവാൻ, നമ്മൾ മറ്റൊരു ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗഫ്ലത്തിന് അത് കാരണമായി തീരുന്നത് കൊണ്ടാവാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും ഒരുപാട് ശ്രേഷ്ഠതകളും മഹാത്മ്യങ്ങളും ഒക്കെ വെള്ളിയാഴ്ചയുടേതായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മൾ ഇത്രയും മഹാത്മ്യമുള്ള വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട ഒരേ ഒരൊറ്റ ദിവസമാണ്, അത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. ഇതിനെ ഇതേ രൂപത്തിൽ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് നമ്മൾ ചോദിക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് പള്ളിയിലേക്ക് നേരത്തെ വരാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം എനിക്ക് നഷ്ടപ്പെട്ടു പോയത്? അല്ലെങ്കിൽ പശുവിനെ അറുത്തത്, അതല്ലെങ്കിൽ ആടിനെ അറുത്ത്, ഇതൊക്കെ എനിക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? എന്തുകൊണ്ടാണ് മലക്കുകളുടെ രേഖയിൽ എൻ്റെ പേര് വരാത്തത്, രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കാൻ കാരണം എന്ത് എന്നൊക്കെ നമ്മൾ സ്വയം പരിശോധിക്കുക. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി കിട്ടാവുന്ന പ്രതിഫലങ്ങളൊക്കെ ഈ ജീവിതത്തിൽ വാരിക്കൂട്ടാൻ നമ്മൾ പരിശ്രമിക്കുക. ആ നന്മകളൊക്കെ കരസ്ഥമാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.